ആകാശവാണി 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. ഇത് യുവശക്തിയുടെ ബജറ്റാണെന്നും വളർച്ചയ്ക്ക് ഊന്നൽ, ജനപങ്കാളിത്തം, എല്ലാവർക്കും വികസനം എന്നീ 3 നയങ്ങളിലൂന്നിയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും ബജറ്റ് അവതരണത്തിന് തുടക്കമിട്ടുകൊണ്ട് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. Our aim is to transform aspiration into achievement and potential into performance as we ensure that the dividends of growth reach every farmer, the scheduled caste, the scheduled tribes, the nomads, the youth, the poor and the women. In Vikasit Bharat Young Leaders Dialogue 2026, several innovative ideas were shared with our Prime Minister, which have inspired many of the proposals, making this a unique Yuva Shakti-driven budget. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക, ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുക, ഓരോ കുടുംബത്തിനും സമൂഹത്തിനും മേഖലയ്ക്കും വിഭവങ്ങൾ, സൌകര്യങ്ങൾ, അവസരങ്ങൾ എന്നിവ ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് ധനമന്ത്രി പറഞ്ഞു. 3 കർത്തവ്യങ്ങൾ അഥവാ പ്രതിബദ്ധതകൾ ഊന്നിപ്പറഞ്ഞുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. ഉൽപാദനക്ഷമത, ആഗോള അസ്ഥിരതകളെ ചെറുക്കാനുള്ള കഴിവ് എന്നിവ വർദ്ധിപ്പിക്കുക, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ആദ്യ കർത്തവ്യം. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുക, എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നിവയാണ് മറ്റ് 2 കർത്തവ്യങ്ങൾ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക ഉൽപാദനക്ഷമതയ്ക്കും സാർവത്രിക സേവനങ്ങൾക്കും പിന്തുണ നൽകുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഇത്തരം നടപടികളിലൂടെ 7% എന്ന ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിക്കാൻ രാജ്യത്തിനായെന്നും ധനമന്ത്രി പറഞ്ഞു. We are inspired by 3 kartavya. Our first kartavya is to accelerate and sustain economic growth by enhancing productivity and competitiveness and building resilience to volatile global dynamics. Our second kartavya is to fulfill aspirations of our people and build their capacity, making them strong partners in India's path to prosperity. Our third kartavya, aligned with our vision of Sabka Saath, Sabka Vikas, is to ensure that every family, community, region and sector has access to resources, amenities and opportunities for meaningful participation. 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം രാജ്യത്ത് നിലവിൽ വരും. ടാക്സ് നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം നിലവിൽ വരുന്നത്. പരോക്ഷ നികുതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 2% കുറച്ചു. നിലവിൽ 5%. വിദേശയാത്രയുടെ TCS 5ൽ നിന്ന് 2%. വാഹനാപകട നഷ്ടപരിഹാരത്തുകയ്ക്ക് നികുതി ഒഴിവാക്കി. അർബുദ രോഗികൾക്കും വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ബന്ധപ്പെട്ട മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ചു. അർബുദ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകളുടെ തീരുവയാണ് കുറച്ചത്. കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ തീരുവരഹിത ഇറക്കുമതി പരിധി വർദ്ധിപ്പിക്കും. സംസ്ഥാനങ്ങൾക്ക് 1.4 ലക്ഷം കോടി രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി ലഭിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ ധാതു ഇടനാഴി സ്ഥാപിക്കും. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. To enhance domestic chemical production and reduction import dependency and reduce import dependency, we will launch a scheme to support states in establishing 3 dedicated chemical parks through challenge route on a cluster-based plug-and-play model. കടലാമ പരിചരണത്തിന് കേരളത്തിലും കർണാടകയിലും പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കും. നാളികേര ഉൽപാദന വർധനവിന് പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. തെങ്ങ് കൃഷി പരിപോഷിപ്പിക്കാൻ നാളികേര വികസന പദ്ധതി കൊണ്ടുവരുമെന്നും ധനമന്ത്രി പറഞ്ഞു. കശുവണ്ടി, കൊക്കോ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും 2030ഓടെ കശുവണ്ടി, കൊക്കോ മേഖലയിൽ ലോകത്തെ പ്രീമിയം ബ്രാൻഡാക്കി രാജ്യത്തെ മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. നാളികേരം, ചന്ദനം, കശുവണ്ടി വിളകൾ എന്നിവയ്ക്കും പിന്തുണ നൽകും. നികുതി നിയമങ്ങളിൽ മാറ്റങ്ങളുമായാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്.
ഇന്ത്യയെ ഒരു ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റും. ഇതിനായി ബയോഫാർമ ശക്തി എന്ന പേരിൽ 5 വർഷത്തേക്ക് പ്രത്യേക ദൌത്യം നടപ്പിലാക്കും. 10,000 കോടി രൂപ ഇതിനായി വിനിയോഗിക്കും. ഫാർമസ്യൂട്ടിക്കൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമായി 3 ദേശീയ സ്ഥാപനങ്ങൾ സജ്ജമാക്കും. നിലവിലുള്ള 7 എണ്ണത്തെ മെച്ചപ്പെടുത്തും. To develop India as a global biopharma manufacturing hub, I propose the Biopharma Shakti with an outlay of 10,000 crores over the next 5 years. This will build the ecosystem for domestic production of biologics and biosimilars. The strategy will include a biopharma focused network with 3 new national institutes of pharmaceutical education and research, popularly known as NIPERS, and upgrading 7 existing ones. നിർണായക സാങ്കേതിക മേഖലകളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ദൌത്യങ്ങൾ നടപ്പിലാക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0, ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണ പദ്ധതി, 3 കെമിക്കൽ പാർക്കുകൾ എന്നിവ സ്ഥാപിക്കും. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കും. 200 ലെഗസി വ്യാവസായിക ക്ലസ്റ്ററുകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കും. പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ സമഗ്ര വികസനത്തിനായി 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ടയർ 2, ടയർ 3 നഗരങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ശ്രദ്ധ നൽകും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയ്ക്കായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. വിദേശ നാണ്യ വിനിമയ നിയന്ത്രണ ചട്ടങ്ങൾ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ സമകാലികമാക്കി മാറ്റുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. മുനിസിപ്പൽ ബോണ്ടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100 കോടി രൂപയുടെ സഹായവും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കാർഷിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ളവയാണ് ഇവയിൽ അധികവും. തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യശൃംഖല ശക്തിപ്പെടുത്തും. മത്സ്യകർഷക ഉൽപാദക സംഘടനകൾ, സ്റ്റാർട്ടപ്പുകൾ, വനിതാ സംഘങ്ങൾ എന്നിവയിലൂടെ വിപണി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും. 500 ജലസംഭരണികളുടെയും അമൃത് സരോവറുകളുടെയും സംയോജിത വികസനം ഉറപ്പാക്കും. മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ വികസനത്തിനായി ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം, ആധുനികവൽക്കരണം എന്നിവ നടപ്പിലാക്കും. ബദാം, വാൾനട്ട്, പൈൻനട്ട്, ചന്ദനം, കൊക്കോ, കശുവണ്ടി തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വിളകളെ പ്രോത്സാഹിപ്പിക്കും. നാളികേര മേഖലയ്ക്കായി പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കും. പഴയതും ഉൽപാദനക്ഷമമല്ലാത്തതുമായ തെങ്ങുകൾ മാറ്റി മെച്ചപ്പെട്ടവ നട്ടുപിടിപ്പിക്കുന്നതിനുൾപ്പെടെ സഹായം നൽകും. കാർഷിക വിജ്ഞാന മേഖലയിൽ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി ടൂളായി ഭാരത് വിസ്താർ എന്ന പേരിൽ സംവിധാനം സജ്ജമാക്കും. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇത് കർഷകരെ സഹായിക്കും. പ്രധാന വ്യാവസായിക ലോജിസ്റ്റിക്സ് ഇടനാഴികൾ കേന്ദ്രീകരിച്ച് 5 യൂണിവേഴ്സിറ്റി ടൌൺഷിപ്പുകൾ സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കും. ഈ ആസൂത്രിത അക്കാദമിക് സോണുകളിൽ 1ലധികം യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, നൈപുണ്യ കേന്ദ്രങ്ങൾ, റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ എന്നിവയുണ്ടാകുമെന്നും ധനമന്ത്രി ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള റോഡ് മാപ്പാണ് ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ ബജറ്റിൽ പ്രതിഫലിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം നൽകിയ ബജറ്റാണിതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. किसी भी देश की सबसे बड़ी पूंजी उसके नागरिक होते हैं. यह युवा शक्ति बजट है. उसमें युवा की सोच भी है, युवा के सपने भी हैं, युवा का संकल्प भी है और साथ साथ युवा की गति भी. കേന്ദ്ര ബജറ്റിൽ കേന്ദ്രം കേരളത്തോടുള്ള അവഗണന തുടരുന്നതായി സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. അതിവേഗ റെയിൽ സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അത് അംഗീകാരം നൽകാതിരിക്കുന്നു. പുതുതായി കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നു എന്നുള്ളത് കടുത്ത വിവേചനമാണ്. അതുപോലെ തന്നെ എയിംസ് നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് ആ സ്ഥലം തന്നെ ആരോഗ്യവകുപ്പിന് കൈമാറി, എന്നിട്ടും എയിംസ് നൽകുന്നില്ല എന്നതാണ് കാണുന്നത്. നികുതി വിഹിതത്തിൽ അർഹതമായിട്ടുള്ള ഒരു പങ്കാളിത്തം കേരളത്തിന് കിട്ടണം എന്നുള്ള ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ കടുത്ത അവഗണനയാണ് നമ്മുടെ സംസ്ഥാനത്തോട് കാണിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്.
കേരളത്തിന് ബജറ്റിൽ ഒന്നും ലഭിച്ചിട്ടില്ല എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞ 10-11 ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ, ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എന്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? വ്യാവസായിക വികസനത്തിനുൾപ്പെടെ പിന്തുണ നൽകുന്ന, അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നതായി അധ്യാപകനും സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ BA പ്രകാശ്. ഇന്നിപ്പോ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഒരു വികസനത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള, കയറ്റുമതിക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുള്ള ഒരു ബഡ്ജറ്റാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉൽപാദനം, നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രിയൽ മേഖലയിലും മറ്റു മേഖലയിലും കൂടുതൽ ഉൽപാദനം നടത്തുക, അത് ഇവിടെ തന്നെ കൂടുതൽ ഉൽപാദനങ്ങൾ നടത്തുക, അങ്ങനെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ വിദേശ കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുക, അതിന് സഹായകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതായത് 7 മേഖലകളിൽ വ്യവസായത്തിന് വളരെ ഊന്നൽ കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത് മരുന്ന് വ്യവസായങ്ങള്, സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ്, റയറസ്, പലതും. അതൊക്കെ തന്നെ ഒരു വ്യവസായത്തിന് വളരെ ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഒരു വലിയൊരു വികസന കുതിപ്പിലേക്ക് പോകുക എന്നുള്ളതാണ്. നമ്മൾ വിദേശത്തുനിന്ന് സാധനങ്ങൾ ആശ്രയിക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, മാത്രമല്ല ആ ഉൽപ്പാദിപ്പിക്കുന്നതും വിദേശത്തേക്ക് കയറ്റി അയക്കുക. അങ്ങനെ ഈ നയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആയിട്ട് ഞാൻ കാണുന്ന ഇതാണ്. രണ്ടാമത്, ഇൻഫ്രാസ്ട്രക്ചറിന് വലിയൊരു പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഷിപ്പ് റിപ്പയറിംഗ് യാർഡുകൾ, അതുപോലെ തന്നെ ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്, നഗരങ്ങളുടെ വികസനം, അതോടൊപ്പം തന്നെ 7 ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിന് എന്ന് പറഞ്ഞാൽ തന്നെ വികസന കുതിപ്പിന് തീർച്ചയായിട്ടും ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ്. അതിനും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില് 16ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് അതിന്റെ നടപടിക്രമം അക്സെപ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന റവന്യൂയുടെ ഏതാണ്ട് 41% സംസ്ഥാനങ്ങൾക്കും പ്രാദേശിക സർക്കാരുകൾക്കും വീതിച്ചു കൊടുക്കുന്ന കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്രത്തോളം കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ കേരളത്തിന് എത്രത്തോളം കിട്ടി എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു രൂപം വന്നിട്ടില്ല. പക്ഷെ ഇപ്പോ ലഭ്യമായ വിവരം അനുസരിച്ച് കേരളത്തിന് പുതിയ ഹൈസ്പീഡ് റെയിലോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട പ്രോജക്ടുകളോ ഒന്നും പ്രഖ്യാപിച്ചതായിട്ട് അറിവില്ല. കേരളത്തിന് എയിംസ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് കിട്ടില്ല. റാപ്പിഡ് റെയിൽ, അതിവേഗ റെയിൽ, അത് കിട്ടിയിട്ടില്ല. തിരുവനന്തപുരം സിറ്റിക്ക് എന്തെങ്കിലും വലിയൊരു പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഒന്നും വന്നിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത് ബജറ്റ് അവതരണമാണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായിരുന്നു. രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടാൻ ഉദ്ദേശിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.